My dear brothers and sisters of Kerala, respected citizens of Kottarakara, this election is not just about changing the government. It is about saving the future of Kerala, its prosperity and its democracy. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊട്ടാരക്കരയിലെ എൻ്റെ പ്രിയപ്പെട്ട പൗരരെ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കേരളത്തിന്റെ ഭാവിയെ സംരക്ഷിക്കാൻ, കേരളത്തിന്റെ സമൃദ്ധി സംരക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. For the past decade, under Narendra Modi at the center and Pinarayi Vijayan in Kerala, we have been witnessing a dangerous pattern of concentration of power. കഴിഞ്ഞ 10 വർഷങ്ങളായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ കീഴിലും കേരളത്തിൽ പിണറായി വിജയന്റെ കീഴിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാര കേന്ദ്രീകരണത്തിന്റെ അപകടകരമായ ഒരു മാതൃകയാണ്. Suppression of dissent and systematic weakening of democratic institutions. വിയോജിപ്പുകളെ അടിച്ചമർത്തുകയും അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായി ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കുകയും ദുർബലമാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. Both governments speak the language of democracy, but practice the politics of control, and they are always controlling each other. അത് മാത്രമല്ല, അവർ സംസാരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഷയാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അവരുടെ പ്രവർത്തനത്തിലുള്ളത് നിയന്ത്രണത്തിന്റെ രാഷ്ട്രീയമാണ്. അവർ പരസ്പരം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. Concerns over civil society and minority rights. കേരളത്തിലെ ധാരാളം ആശങ്കകളുണ്ട് പൊതുസമൂഹത്തെക്കുറിച്ച്, അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച്. The recent FCRA Amendment Bill 2026 is a clear example. It is not a reform, it is an attack on minority. അടുത്ത കാലത്ത് 2026 വന്നിട്ടുള്ള വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി എന്ന് പറയുന്നത് അതൊരു പരിഷ്കാരമല്ല, അത് വ്യക്തമാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മേലുള്ള ആക്രമണമാണ് ആ ഭേദഗതി എന്ന് പറയുന്നത്. An attack on civil society, an attack on NGOs, and attack of people who are working for the poor. അത് മാത്രമല്ല, ഈ രാജ്യത്തെ പൊതുസമൂഹത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ്, ഗവൺമെന്റിനെതിരെ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണ്, ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള ആക്രമണമാണ്. Many Christian institutions that have served this nation in education, healthcare, and charity for decades. ദശാബ്ദകാലങ്ങളായി ഈ രാജ്യത്ത് ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ കാരുണ്യ പ്രവർത്തന രംഗത്ത് ഈ രാജ്യത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. Just like the Waqf Amendment created fear among Muslims, this law creates a fear among Christians. എങ്ങനെയാണോ വഖഫ് ഭേദഗതി മുസ്ലിങ്ങളുടെ ഇടയിൽ ഭയമുണ്ടാക്കിയത്, അതുപോലെ FCRA ഭേദഗതി നിയമം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഭയമുണ്ടാക്കിയിരിക്കുകയാണ്. This is not a governance. This is a selective targeting. India was built on the idea of pluralism. ഇതെന്ന് പറയുന്നത് ഭരണമല്ല, തെരഞ്ഞു പിടിച്ച് കുറച്ചാളുകളെ ആക്രമിക്കുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബഹുസ്വരതയുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഒരു രാജ്യമാണ്. Any attempt to weaken minority institutions is an insult to the Constitution. Once Dr. Baba Saheb Ambedkar said, who drafted the Indian Constitution, he clearly said, it is our duty to safeguard the interest of the minorities. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ഏത് ശ്രമവും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്തിട്ടുള്ള ഭാരതത്തിലെ ഭരണഘടനയ്ക്കെതിരെയുള്ള ഒരു ആക്രമണമാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന്. The Congress Party will stand like a wall against any such injustice done by BJP and Modi. ബിജെപിയും മോദിയും ചെയ്യുന്ന എല്ലാ അനീതികൾക്കെതിരെ കരുത്തുറ്റൊരു ഭിത്തിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലനിൽക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. Concerns for democratic rights.
അതുപോലെ തന്നെ ഈ രാജ്യത്ത് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഉത്കണ്ഠയുണ്ട്. My dear friends, let me ask you something very simple. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരു കാര്യം ചോദിക്കുന്നു. Are Narendra Modi and Pinarayi Vijayan really different? ശരിക്കും നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? They're two faces of the same coin. അവർ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. One side Modi face, another side is Pinarayi's face. ഒരു നാണയം എടുത്തു നോക്കിയാൽ അത് ഒരു വശത്ത് മോദിയുടെ മുഖവും മറ്റു വശത്ത് പിണറായി വിജയന്റെ മുഖവുമാണ്. Kerala is not just facing a governance failure, it is facing a financial collapse. കേരളം ഇന്ന് നേരിടുന്നത് വെറും ഒരു ഭരണപരാജയം മാത്രമല്ല, ഒരു വലിയ സാമ്പത്തിക തകർച്ചയാണ് കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. Today in Kerala, debt is exploding. The revenue deficit is permanent. Welfare payments are delayed. ഇന്ന് കേരളത്തിൽ കടം കൂടി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാന കമ്മി സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ ക്ഷേമ പദ്ധതികൾക്ക് നൽകേണ്ട തുക അത് കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. Development has stalled. ഇവിടെ വികസനം ഒരു സ്തംഭനാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. Who is responsible for this? ഇതിന് ഉത്തരവാദി ആരാണ്? The finance minister of Kerala, the MLA of Kotarkara. Here, he is from here, no? ഇതിന് ഉത്തരവാദി ആരാണ്? കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കരയുടെ MLA ആണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി. Why he has not given many schemes to this area, being a finance minister? ധനകാര്യമന്ത്രിയായിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തിന് വേണ്ടി കാര്യമായ പദ്ധതികളൊന്നും അദ്ദേഹം ഇതുവരെ നടപ്പിലാക്കാഞ്ഞത്? He has turned the finance department into a borrowing machine. നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പിനെ അദ്ദേഹം ഒരു കടമെടുക്കുന്ന യന്ത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. He has no road map, no fiscal discipline, no vision. Budgets in Kerala are no longer financial plan. They are political speeches. അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാനുള്ള ഒരു ദർശനമില്ല, എങ്ങനെ പോകണം എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല, മുമ്പോട്ട് പോകാനുള്ള വഴിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല, സാമ്പത്തിക അച്ചടക്കമില്ല. കേരളത്തിലെ ബജറ്റ് പ്രസംഗങ്ങൾ ശരിക്കും സാമ്പത്തിക പദ്ധതികളല്ല, മറിച്ച് വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളായി മാറിയിരിക്കുകയാണ്. What is worse is that at a time when the most vulnerable need support, this government has cut nearly 600 crore SC/ST tribal welfare budget. അതെന്താണെന്ന് ഏറ്റവും വിഷമമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ട സമയം ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ 600 കോടി രൂപ വരുന്ന വിഹിതമാണ് ഈ ഗവൺമെന്റ് ഇല്ലാതാക്കിയത്. Is this social justice? ഇതാണോ സാമൂഹ്യനീതി? Is this the left ideology they claim? ഇതാണോ അവർ പറയുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്? They talk of poor. Why you have cut 600 crores from SC/ST budget? അവര് പാവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് അവര് SC/ST ബഡ്ജറ്റിൽ നിന്ന് 600 കോടി രൂപ എടുത്തു മാറ്റിയത്? I ask the people of Kottarakara, what have you got from this government and your minister? ഞാൻ കൊട്ടാരക്കരയിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ നിന്നും നിങ്ങളുടെ മന്ത്രിയിൽ നിന്നും എന്താണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്? No major industries, no investment, no employment generation, no infrastructure transformation, no revival of the cashew sector, no future for the youth. ഇവിടെ വലിയ വ്യവസായങ്ങളില്ല, അടിസ്ഥാന മേഖലയിലെ പരിവർത്തനം നടത്തുന്നില്ല, ഇവിടെ തൊഴിലവസരങ്ങളില്ല, അതുപോലെ ഇവിടുത്തെ യുവാക്കൾക്കൊരു ഭാവിയുമില്ല. Concerns over law and order also. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചും ധാരാളം ആശങ്കകളുണ്ട്. Law and order situation in Kerala has worsened in the last decade of LDF misrule. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിന്റെ ഫലമായി കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിലെ ക്രമസമാധാന നില വളരെയധികം മോശമായിട്ടുണ്ട്. Women protesters are being manhandled
പ്രതിഷേധിക്കുന്ന സ്ത്രീകളെ വരെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. Custodial violence is rising. കസ്റ്റഡിയിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. Voices of dissent are being crushed. അതുപോലെ തന്നെ എതിർക്കുന്ന ശബ്ദങ്ങളെയെല്ലാം അടിച്ചമർത്തുകയാണ്. Is this the democracy? ഇതിനെയാണോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്? A government that fears its own people loses its legitimacy. സ്വന്തം ജനങ്ങളെ ഭയക്കുന്ന ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റിന്റെ സാധുത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. Look at what has happened in Sabrimala. ഇപ്പൊ നിങ്ങൾ ശബരിമലയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. Gold from the temple has been stolen. ആ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. Is it true or not? അത് സത്യമാണോ അല്ലയോ? സത്യമാണ്. When a government itself or his agent or his followers are stealing the gold from temple, from God itself, they are doing all such illegal things. Are you going to vote them? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരു ഗവൺമെന്റ് തന്നെ, ആ ഗവൺമെന്റിന്റെ ഏജൻസി തന്നെ, അതിന്റെ അനുയായികൾ തന്നെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ച് ഇങ്ങനത്തെ അനധികൃതമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് എപ്പോഴെങ്കിലും വോട്ട് ചെയ്യാൻ പോകുമോ? Even artists were not spared. ഇവിടെ കലാകാരന്മാരെ പോലും അവർ വെറുതെ വിട്ടില്ല. Cases were filed against young people for parody song. പാരഡി ഗാനം എഴുതിയ ചെറുപ്പക്കാർക്ക് എതിരെ വരെയാണ് ഇവിടെ കേസ് എടുത്തിട്ടുള്ളത്. Is this God's own country? ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണോ? Or is this police state? അതോ ഇതൊരു പോലീസ് സംസ്ഥാനമാണോ? Every day, struggles of the people. My dear friends, I look at your daily life. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. He went to America to campaign for President Trump. He went there. He said, this bar this bar Trump ki sarkar. നിങ്ങൾക്കറിയോ, Have you heard anywhere a prime minister going from this country and propagating for other country prime ministership? നിങ്ങൾക്കറിയോ, നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവിടെ പറഞ്ഞു ഈ പ്രാവശ്യം ട്രംപിനെ ജയിപ്പിക്കണമെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് പോയി അവിടെ ഒരാളെ ജയിപ്പിക്കണമെന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? When he went there for his campaign, the poor Trump lost that election. നരേന്ദ്രമോദി ആ പ്രചരണത്തിന് അവിടെ പോയപ്പോൾ പാവൻ ട്രംപ് ആ ഇലക്ഷനിൽ തോറ്റും പോയി. And now Modi is not going America to say that once again this bar Trump sarkar. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി അമേരിക്ക പോയിട്ട് ഒരു പ്രാവശ്യം കൂടെ ട്രംപിനെ വിജയിപ്പിക്കണമെന്ന് പറയാൻ പിന്നെ നരേന്ദ്രമോദി പോയിട്ടില്ല. He is not going. ഇനി പോവുകയില്ല. Now here he is coming and asking people to vote BJP and RSS. അതില്ല, അദ്ദേഹം ഇവിടെ വന്നിട്ട് ആളുകളോട് പറയും BJPക്കും RSSനും വോട്ട് ചെയ്യണമെന്ന് പറയാൻ അദ്ദേഹം ഇവിടെ വരും. Indirectly he is also supporting this left government. അതുമാത്രമല്ല പരോക്ഷമായി അദ്ദേഹം ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയെ പിന്തുണയ്ക്കുക കൂടിയാണ് ചെയ്യുന്നത്. He always take world round. He meets all the prime ministers of various countries, but he won't speak to the people of India regarding their difficulties. അദ്ദേഹം എപ്പോഴും ലോകം ചുറ്റുമാണ്. ലോകത്ത് മുഴുവനുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെ ഒക്കെ അദ്ദേഹം പോയി കാണും. പക്ഷേ സ്വന്തം രാജ്യത്തെ ഇന്ത്യയിലെ ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. LPG prices are rising. ഇന്ന് നിങ്ങൾക്കറിയാം പാചക വാതകത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. Costing of living is unbearable. ജീവിത ചെലവ് നമുക്ക് താങ്ങാൻ പറ്റാത്ത ജീവിത ചെലവാണ്. Farmers are struggling. നമ്മുടെ കർഷകർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Man-animal conflict is destroying rural lives and farmers' life.
ഗ്രാമീണ മേഖലയിലെ ജീവിതങ്ങൾ, കർഷകരുടെ ജീവിതങ്ങളെയൊക്കെ മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. But this government has no answers. പക്ഷേ ഈ ഗവൺമെന്റിന് ഇതിനെക്കുറിച്ചൊന്നും ഉത്തരങ്ങളില്ല. Only excuses. അതിന് ഉത്തരങ്ങളില്ല. അവർക്ക് ഒഴികഴിവ് പറയാൻ മാത്രമേ ഈ ഗവൺമെന്റിനുള്ളൂ. Let me remind you, India has seen better governance, good government, helping poor people, many guarantees, and here many our MPs are here. All the whatever the assurance given by the government, UPA government, we fulfilled. But here they talk much, do less, and Modi and he indirectly colluded to defeat Congress and UDF. നിങ്ങൾക്കറിയോ, ഈ രാജ്യം മികച്ച ഭരണം കണ്ടിട്ടുണ്ട്. മുൻകാലത്ത് ഇവിടെ മികച്ച ഭരണം കണ്ടിട്ടുണ്ട്. UPA ഗവൺമെന്റിന്റെ കീഴിൽ രാജ്യത്ത് വേണ്ടി നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഇവിടെ ആ കാലത്ത് ഉണ്ടായിരുന്ന പല MP-മാരും ഇവിടെ ഇരിപ്പുണ്ട്. ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? അവർ ഒരുപാട് സംസാരിക്കും, പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. മറിച്ച് അവർ LDF-നോട് കൂടി കൂട്ടുചേർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. During the UPA government, when I served as a union labor minister, our Ramchandran knows, and many MPs who come from this side also, as a labor minister, and along with our Kodikunal Suresh also, we delivered results. We built hospitals. We upgraded many hospitals, not only in Kerala, but throughout country for the sake of workers. ഞാൻ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആ സമയത്തുണ്ടായിരുന്ന പല MP-മാരുമുണ്ട്. അതുപോലെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അന്ന് ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഫലമുണ്ടാക്കുകയാണ് ചെയ്തത്. രാജ്യത്ത് പലയിടങ്ങളിലും ഞങ്ങൾ ആശുപത്രികൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ, കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആശുപത്രികളെ ഞങ്ങൾ മെച്ചപ്പെടുത്തുകയുണ്ടായി. We have built Paripalli ESI Medical College. ഞങ്ങൾ പാരിപ്പള്ളിയിലെ ESI മെഡിക്കൽ കോളേജ് ഞങ്ങൾ അന്ന് സ്ഥാപിച്ചതാണ്. Modi is built. He claims everywhere whatever we do, he tells that this is my work. He changes the name and tells that this is my work. Instead of doing himself afresh, any factories, public sectors, or other employment generation scheme, he won't do, but only name changing game he plays. നിങ്ങൾക്കറിയോ, പക്ഷെ ഇത് എന്തെങ്കിലും ബോധി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആശുപത്രികൾ, സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള പല വ്യവസായ സ്ഥാപനങ്ങൾ, തൊഴിലുണ്ടാക്കാനുള്ള സംരംഭങ്ങൾ, ഇതിൻ്റെ എല്ലാം അദ്ദേഹം പേര് മാറ്റും. എന്നിട്ട് പറയും ഇത് ഞങ്ങളാണ് നിർമ്മിച്ചത്. ഇങ്ങനെ ഈ പേര് മാറ്റുന്ന ഒരു കളിയാണ് നരേന്ദ്രമോദി കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് പുതുതായി ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതല്ല. The upgraded ESI hospital at Izukone. അതുപോലെ ഏഴുകോണിലെ ESI ഹോസ്പിറ്റൽ, അവിടെ ഞങ്ങൾ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. These are not promises, these are living institutions. ശരിക്കും പറഞ്ഞാൽ ഇത് വെറും വാഗ്ദാനങ്ങളല്ല, ഇന്ന് നിലനിൽക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവയൊക്കെ. They are serving for lakhs of people. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവയൊക്കെ. This is the difference between Congress and others. ഇതാണ് and they speak, we deliver. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അവർ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തരും. Just now our Ramchandran, no, sorry, Premchandran, he spoke about the guarantees. What Rahul Gandhi ji announced here. So he spoke in length all the guarantees. Once again, I repeat it, how we are going to implement and how we are going to give you Indira guarantees.
കുറച്ചു മുമ്പ് ശ്രീ പ്രേമചന്ദ്രൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളെ കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടി ഞാൻ ആ ഗ്യാരണ്ടികളെ കുറിച്ച്, ഇന്ദിരാ ഗ്യാരണ്ടികൾ ഞങ്ങൾ എങ്ങനെയാണ് നടപ്പിൽ വരുത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ച് പറയുകയാണ്. What is Indira guarantee? 3,000 welfare pension scheme. ആ ഗ്യാരണ്ടിയിലുള്ളത് എന്താണ്? ഒന്ന്, 3000 രൂപയുടെ വെൽഫെയർ പെൻഷൻ, ക്ഷേമ പെൻഷൻ. 25 lakh health insurance in the name of Umman Chandi. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. My sisters are less here, എന്റെ സഹോദരിമാർ ഇവിടെ കുറവാണല്ലോ. but we have given them. Few sisters are here, few mothers are here, but we are giving you free KSRTC travel for women. ഇവിടെ കുറച്ച് സഹോദരിമാരും കുറച്ച് അമ്മമാരും ഒക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾക്ക് കേരളത്തിലെ KSRTC ബസ്സുകളിൽ ഞങ്ങൾ സൗജന്യ യാത്ര ഉറപ്പാക്കുകയാണ്. You can travel throughout our Kerala. കേരളം മുഴുവൻ നിങ്ങൾക്ക് സൗജന്യമായി ഇനി മുതൽ യാത്ര ചെയ്യാം. 1,000 monthly support for college girls. കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ഒരു പിന്തുണയായി ഞങ്ങൾ നൽകുന്നതാണ്. 5 lakh interest-free loans for youth. ചെറുപ്പക്കാർക്ക് പലിശരഹിത 5 ലക്ഷം രൂപ വായ്പയും ഞങ്ങൾ ഉറപ്പു നൽകുന്ന ഗ്യാരണ്ടിയാണ്. And also dedicated ministry for senior citizens. അതുമാത്രമല്ല കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു വകുപ്പ് കൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. 300 base price for rubber. റബ്ബറിന് 300 രൂപ എന്ന താങ്ങുവില. My dear brothers and sisters, I am proud to stand here today along with a strong team of UDF candidates. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തരായ സ്ഥാനാർത്ഥികളുടെ ഒരു ടീമുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ ഇന്ന് എനിക്ക് അഭിമാനമുണ്ട്. I introduce them. ഞാൻ അവരെ പരിചയപ്പെടുത്താം. Advocate P. Asha Potti. അഡ്വക്കേറ്റ് പി ആയിഷ പോറ്റി. She is going to fight with finance minister, against finance minister. ധനമന്ത്രിക്കെതിരെയാണ് ശ്രീമതി ആയിഷ പോറ്റി ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. You have to show how ladies are strong. The Stree Shakti will defeat your finance minister. നിങ്ങൾ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് സ്ത്രീകൾ കരുത്തരാണെന്നുള്ളത്. സ്ത്രീകളുടെ ശക്തി ഇവിടുത്തെ ധനകാര്യമന്ത്രിയെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. M.M. Nazir. M.M. നസീർ. Here, get up. M.M. Nazir. Then Jyoti Kumar Chamkala. ജ്യോതി കുമാർ ശ്യാമകല. Then Ullas Kovar ഉല്ലാസ് കോവൂർ. and Naushad Yunis. നൗഷാദ് യൂനിസ്. This is a team that represents hope, energy and commitment. ഈ ടീം എന്ന് പറയുന്നത് പ്രതീക്ഷ, ഊർജം, അതുപോലെ പ്രതിബദ്ധത ഇവയെ പ്രതിനിധീകരിക്കുന്ന ഒരു ടീമാണിത്. I urge you to support them. അവരെ പിന്തുണയ്ക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. The choice is before you. നിങ്ങളുടെ മുൻപിലുള്ള തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുൻപിലാണുള്ളത്. Between democracy and dictatorship. ജനാധിപത്യത്തെയാണോ സ്വേച്ഛാധിപത്യത്തെയാണോ തെരഞ്ഞെടുക്കേണ്ടത്? Between development and deception. വികസനത്തിനും വഞ്ചനയ്ക്കും ഇടയ്ക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. Between accountability and arrogance. ഉത്തരവാദിത്തത്തെയാണോ ധാർഷ്ട്യത്തെയാണോ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്? തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. I will tell you how Modi ji always tell lie. ഞാൻ നിങ്ങളോട് Since പറയാം. beginning, he born as a prime minister, telling lie only. He said, I will give 2 crores employment for young people every year. Now it is 12 years, no? 12 years mean 24 crores job. Where are they? 24 crores. Has he given? ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എങ്ങനെയാണ് നരേന്ദ്രമോദി നുണകൾ പറയുന്നതെന്ന്. പ്രധാനമന്ത്രി ആയ സമയം തൊട്ട് അദ്ദേഹം നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു അധികാരത്തിൽ വന്ന ശേഷം ഓരോ വർഷവും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് 2 കോടി തൊഴിലവസരങ്ങൾ. ഇപ്പൊ And
Vijayan is supporting him indirectly. 12 വർഷം 24 കോടി തൊഴിലുകൾ അദ്ദേഹം തന്നിട്ടില്ല. അത് മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരോക്ഷമായ അദ്ദേഹത്തെയാണ്, ആ മോദിയാണ് പിന്തുണയ്ക്കുന്നത്. Not only this, there are several things I can quote, but there is a lack of time, I can't say. But one thing I tell you, he will not give attention to the country's administration. എനിക്കിത് മാത്രമല്ല ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാൻ സാധിക്കും, പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ സാധിക്കും, ഈ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം ഒരു ശ്രദ്ധയും നൽകുന്നില്ല. He don't allow to discuss bills in the parliament. പാർലമെന്റിൽ ബില്ലുകൾ ചർച്ച ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കില്ല. And even wherever there is a law and order problem, he don't go there. എവിടെയെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ നരേന്ദ്രമോദി അവിടെ പോവുകയില്ല. So Vasco da Gama traveled Portugal to Calicut in year 1497. 1497 വാസ്കോ ഡി ഗാമ പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട് വന്നു. In 10 months. 10 മാസത്തിലാണ് അദ്ദേഹം വന്നത്. And Christopher Columbus traveled from Spain to America in a year 1492, only in 36 days. അത് മാത്രമല്ല ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിൽ നിന്ന് അമേരിക്കയിലേക്ക് 1492 വെറും 36 ദിവസങ്ങൾ കൊണ്ടാണ് എത്തിയത്. In Manipur, there was very big fight was going. People were killed, raped, houses were burned. But Modi did not go there. Only Rahul Gandhi went. And he met the people. He visited that and he gave them courage and told them, I am with you. My party is with you. Don't worry. Rahul Gandhi ji said. But Modi ji, he went after 2 years. Columbus came early and Vasco da Gama came early, but he could not reach Manipur. Early, he took 2 years. This is the governance of Modi. And for that, our Pinarayi Vijayarayan is supporting. നിങ്ങൾക്കറിയാം, മണിപ്പൂരിൽ വലിയ കലാപങ്ങൾ നടന്നു. അവിടെ വീടുകൾ കത്തിയെരിയുകയായിരുന്നു, അവിടുത്തെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയായിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞാണ് നരേന്ദ്രമോദി അവിടെ പോയത്. കൊളംബസ് അമേരിക്കയിൽ നിന്ന് അതിലും നേരത്തെ എത്തി, വാസ്കോ ഡി ഗാമ അതിലും നേരത്തെ എത്തി. പക്ഷേ ആ സമയത്ത് മണിപ്പൂരിൽ പോയത് രാഹുൽ ഗാന്ധിയാണ്. ശ്രീ രാഹുൽ ഗാന്ധി അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവർക്ക് ധൈര്യം നൽകുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇങ്ങനത്തെ ഭരണം നടക്കുന്ന ഒരു നരേന്ദ്രമോദിയെ, ഈ ഭരണത്തെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. Rahul Gandhi is the only man who traveled from Kanyakumari to Kashmir. ഇന്ത്യയിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര ചെയ്ത ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. And Manipur to Maharashtra. മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര വരെയും. Whether such travels Mr. Modi has taken place when during COVID period or during Manipur riots. മണിപ്പൂരിലെ കലാപം നടക്കുന്ന സമയത്ത് അല്ലാതെയുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും നരേന്ദ്രമോദി രാജ്യം മുഴുവൻ അങ്ങനെ ഒരു യാത്ര എന്തെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? Therefore, I request you, brothers, sisters, my youth leaders, students, farmers, everybody I request, kindly bring back UDF government. And now our Prem Chandranji said he will bring 100 seats. 100 plus. Okay, 100 plus. I will add another 10 or 15. So, if you give that, we will give very good government and you will be happy, peaceful living. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടുത്തെ കർഷകരെ, യുവജനങ്ങളെ, തൊഴിലാളികളെ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ തിരിച്ച് കേരളത്തിൽ ഭരണത്തിൽ കൊണ്ടുവരിക. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ 100 സീറ്റ് ലഭിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ I thank you very much for listening peacefully, quietly, and you are going to vote for UDF without fail on 9th, no? 9th. Don't forget that date. Don't go anywhere.
you first put your vote, then go for other works. Thank you very much. All the best for once again happy Easter.